ജോർദാനിലെ വാദീറം റെയിൽവേ സ്റ്റേഷനിൽ പഴയകാല ഹിജാസ് റെയിൽവേയുടെ സ്റ്റീം എഞ്ചിൻ കണ്ടു നിൽക്കുകയാണ് ഞാൻ. ഹാബിസ് എന്ന എൻ്റെ ഡ്രൈവർ എഞ്ചിനടുത്തേക്ക് നടന്നെടുക്കുന്നു. എഞ്ചിന് മുന്നിൽ നിൽക്കുമ്പോൾ ഹാബിസ് വാചാലനാണ്. ട്രെയിൻ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് വരെ തട്ടിവിടുന്നുണ്ട് കക്ഷി. സ്റ്റീം എഞ്ചിനെ തെല്ലൊരു അത്ഭുതത്തോടെയാണ് ഞാൻ കാണുന്നത്. ഇതേവരെ ഇത്തരമൊരു എഞ്ചിൻ അടുത്ത് കണ്ടിട്ടില്ലെന്നത് തന്നെ കാരണം. സിനിമകളിൽ കണ്ടിട്ടുണ്ട്, ഡൽഹിയിലെ റെയിൽവേ മ്യൂസിയത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലുള്ളതല്ല. ആവശ്യമെങ്കിൽ ഇപ്പോഴും ഓടിക്കാം. ലോറൻസ് ഓഫ് അറേബ്യ എന്ന ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള ആവി എഞ്ചിനാണിത്. ട്രെയിനകത്ത് കയറാം. ഇതിനടുത്ത് കാവൽക്കാരെയോ റെയിൽവേ സ്റ്റേഷനിൽ ജീവനക്കാരെയോ കാണുന്നില്ല. ആദ്യം എഞ്ചിനെ ചുറ്റി നടന്ന് കണ്ടു. പിന്നെ ഹാബിസിനൊപ്പം അതിനകത്തേക്ക് കയറി. ഇതാണ് എഞ്ചിൻ മുറി. ബോയിലറിലേക്ക് കൽക്കരിയിടുന്നതിനുള്ള കിളിവാതിൽ ഇതാണ്. ഈ ഹാൻഡ് വീൽ തിരിച്ചാണ് എഞ്ചിന്റെ ഗതി നിയന്ത്രിക്കുക. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ അത്ഭുതമായിരുന്നു സ്റ്റീം ലോക്കോമോട്ടീവ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെയും ഇത് പ്രതാപത്തോടെ നിലനിൽക്കുകയും ചെയ്തു. ഈ ഭാഗമാണ് സ്റ്റീം എഞ്ചിനിൽ ഏറ്റവും പ്രധാനം. ഇവിടെയാണ് ഒരു ഡ്രൈവർ ഇരിക്കുക എന്നാണ് ഹാബിസ് വിവരിക്കുന്നത്. ഇങ്ങേ ഭാഗത്ത് എഞ്ചിൻമാനും ഉണ്ടാകും. ബോയിലറിൽ കൽക്കരി എരിയുമ്പോൾ വെള്ളം തിളച്ചുണ്ടാകുന്ന നീരാവി വിവിധ വാൽവുകളിൽ സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ചക്രങ്ങളെ ചലിപ്പിക്കുക. നീരാവി തുറന്നുവിട്ട് പ്രഷർ നിയന്ത്രിച്ച് എഞ്ചിന്റെ വേഗം കുറയ്ക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട്. 1953-ൽ ജപ്പാനിൽ നിർമ്മിച്ച എഞ്ചിനാണിത്. 1959-ലാണ് ഇത് ജോർദാനിലേക്ക് കൊണ്ടുവന്നത്. 1962-ൽ പുറത്തിറങ്ങിയ ലോറൻസ് ഓഫ് അറേബ്യ എന്ന സിനിമയുടെ കുറേയേറെ ഭാഗങ്ങൾ വാദീറമ്മിൽ വച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഹിജാസ് റെയിൽവേയിലൂടെ സൗദി അറേബ്യയിൽ എത്തിയ ഈ വണ്ടി കുറേ കാലം അവിടെയായിരുന്നു. 2010 ശേഷമാണ് വീണ്ടും ഇതിവിടേക്ക് കൊണ്ടുവന്നത്. ട്രെയിനിന്റെ ബോഗികളുടെ വാതിലുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനാൽ അതിനകമൊന്ന് കയറിക്കാണണമെന്ന ആഗ്രഹം നടക്കുന്നില്ല. പിന്നിലേക്ക് നീങ്ങുകയാണ്. ഒട്ടകങ്ങളും മണൽക്കുന്നുകളുമെല്ലാമുള്ള വ്യത്യസ്തമായ പ്രകൃതിയിലൂടെ ഈ ട്രെയിൻ ഓടുമ്പോൾ സിനിമയിൽ അതിമനോഹരമായ ഒരു സീൻ തന്നെയായിരിക്കും അത്. ഇതിന്റെ നേർക്കാഴ്ച തന്നെ വ്യത്യസ്തമായൊരു അനുഭൂതിയാണ് പ്രദാനം ചെയ്യുന്നത്. സിനിമയിൽ യുദ്ധരംഗം ചിത്രീകരിച്ചതിന്റെ ബാക്കി പത്രമാണ്. മണൽ ഷാക്കുകളും തോക്ക് ഘടിപ്പിക്കുന്നതിനുള്ള സ്റ്റാൻഡുമൊക്കെ വെച്ചിരിക്കുന്നു. സിനിമയിലാകട്ടെ ദൃശ്യത്തിന്റെ വ്യത്യസ്തതയും അത്ഭുതവുമായിരിക്കും ഇത്. അന്വേഷിച്ചു നടന്ന് ഒടുവിൽ തുറന്നുകിടന്ന ഒരു ബോഗി കണ്ടെത്തി. ഇതാണ് പഴയ ട്രെയിൻ ബോഗിയുടെ ഇരിപ്പിട സംവിധാനം. ഇത്തരം പല ബോഗികളിലായി 120 പേർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമായിരുന്നു ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നത്. ജോർദാൻ ഹെറിറ്റേജ് റിവൈവൽ കമ്പനി ഈ ട്രെയിനിനെ ഉപയോഗപ്പെടുത്തി ആധുനിക ജോർദാന്റെ ചരിത്രം സഞ്ചാരിക്ക് മുൻപിൽ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. പഴയകാല യുദ്ധങ്ങൾ സ്പെഷ്യൽ ഷോകളായി അവതരിപ്പിക്കാനുള്ള പദ്ധതിയും അവർക്കുണ്ട്. സ്റ്റേഷൻ പരിസരത്തേക്ക് തിരികെ എത്തുമ്പോൾ ഹാബിസ് 2 പേരോട് സംസാരിച്ചു നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്നു അതിലൊരാൾ. ഹാബിസ് തന്റെ ശരീരം ശ്രദ്ധയോടെ സീറ്റിലേക്ക് കയറ്റിവെച്ചു. എന്നെ സ്റ്റീം എഞ്ചിൻ കാണിച്ചതിന്റെ അഭിമാനത്തോടെയാണ് ഇരിപ്പ്. സ്റ്റേഷനടുത്തു നിന്നും യാത്ര തുടരുകയാണ്. തീർത്തും വിജനമായൊരു പ്രദേശം. വിജനമായ റെയിൽവേ സ്റ്റേഷൻ. ലോകത്ത് ഇത്തരമൊരു സ്റ്റേഷൻ മറ്റൊന്ന് ഉണ്ടാവില്ല. യാത്രാ ട്രെയിനുകൾ കടന്നുപോകാത്ത റൂട്ടാണ്. ഖനികളിൽ നിന്നും ഫോസ്ഫേറ്റുമായി ഏതാനും ഗുഡ്സ് ട്രെയിനുകൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകാറുള്ളത്. ദിവസത്തിൽ 3-4 ട്രെയിനുകൾ. ഇതാ ഒരു ഗുഡ്സ് ട്രെയിൻ. കുറേയേറെ കണ്ടെയ്നർ ബോഗികൾ. ഫോസ്ഫേറ്റുമായി അൽ അക്ബ തുറമുഖത്തേക്ക് പോകുന്ന തീവണ്ടിയാണിത്. മരുഭൂമിയിലെങ്ങോ ഉള്ള ഖനികളിൽ നിന്നും ഫോസ്ഫേറ്റ് ശേഖരിച്ചുള്ള വരവ്. വാദീറമ്മിൽ നിർത്തിയിട്ടിരിക്കുകയാണ് വണ്ടി. 2 എഞ്ചിനുകളുണ്ട്. അതിൽ നിന്ന് നേർത്ത പുക ഉയരുന്നത് മാത്രമാണ് എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന സൂചന തരുന്നത്. അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു റെയിൽപാതയും ആവി എഞ്ചിനുമൊക്കെ പകർത്തിയെടുത്ത സന്തോഷത്തോടെ വാദീറമ്മിൽ നിന്നുള്ള യാത്ര തുടരുകയാണ്. റെയിൽവേ ക്രോസിൽ ഗേറ്റുകളൊന്നുമില്ല.
റോഡിൽ വരുന്ന വാഹനങ്ങൾ ട്രെയിൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ധാരാളം കൃഷിയിടങ്ങളുള്ള ഒരു താഴ്വരയാണിത്. കാർ അക്ബയിലേക്കുള്ള ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. പാതയോരത്ത് ചെറിയ ഗ്രാമങ്ങൾ. ഹൈവേ വന്നതുകൊണ്ട് മാത്രം ഉണർന്ന ഗ്രാമമാണെന്ന് തോന്നും. ഒരു മോസ്ക്, അതിനു ചുറ്റിലുമായി ചേലില്ലാത്ത കുറെ ഒറ്റനില വീടുകൾ. പാതയോരത്ത് പലയിടത്തും ട്രക്കുകളുടെ പാർക്കിംഗ് ഏരിയയും ട്രക്ക് ഡ്രൈവർമാരുടെ വിശ്രമ കേന്ദ്രങ്ങളുമുണ്ട്. അമ്മാൻ അക്ബ ഹൈവേയെ നിയന്ത്രിക്കുന്നത് തന്നെ ട്രക്കുകളാണെന്ന് പറയാം. വലതുവശത്ത് അക്കാണുന്നതൊക്കെ ട്രക്ക് ഡ്രൈവർമാരുടെ വിശ്രമ കേന്ദ്രങ്ങളാണ്. ട്രക്കുകൾ അവിടെ പാർക്ക് ചെയ്യാം, ഇന്ധനം നിറയ്ക്കാം, ഡ്രൈവർമാർക്ക് വിശ്രമിക്കാം. സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളാണ് ഇനി അങ്ങോട്ട് കൂടുതലായും കാണുന്നത്. കാർ അക്ബയോട് അടുക്കുകയാണ്. ജോർദാന്റെ വാണിജ്യത്തിൽ ഭൂരിഭാഗവും നടക്കുന്നത് അക്ബയോട് ചേർന്ന ഭാഗങ്ങളിലാണ്. രാജ്യത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും പ്രധാനമായും നടക്കുന്നത് അക്ബ തുറമുഖത്തുകൂടിയാണ്. അക്ബയോടടുക്കും തോറും മല കയറി വരുന്ന നിരവധിയായ ട്രക്കുകൾ കാണാം. കൂടാതെ ചരക്കെടുക്കാൻ തുറമുഖത്തേക്ക് അടുക്കുന്ന വാഹനങ്ങളും. മനോഹരമായ പാതകൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പോർട്ട് ഏരിയയിലേക്ക് പോകുന്ന റോഡായതിനാൽ ഇവിടെ കസ്റ്റംസിന്റെ വലിയൊരു ചെക്ക് പോയിന്റ് ഉണ്ട്. കുറെ കുടികളൊക്കെ നാട്ടിയിരിക്കുന്നു. നേരെ മുന്നിൽ കാണുന്നതാണ് ചെക്ക് പോയിന്റ്. അവിടുത്തെ ഷോട്ടുകൾ ഞാൻ എടുത്തില്ല. സുരക്ഷാ സന്നാഹങ്ങളുള്ള പ്രദേശമാണല്ലോ. അവിടം കഴിഞ്ഞപ്പോൾ വീണ്ടും ക്യാമറ ഓണാക്കി. പാതയുടെ ഇരു ട്രാക്കുകളിലും കാണുന്നത് കണ്ടെയ്നർ വാഹനങ്ങൾ തന്നെ. കൂറ്റൻ മലനിരകൾക്കിടയിലൂടെയുള്ള ഈ ഹൈവേ തന്നെ ഒരു അത്ഭുത കാഴ്ചയാണ്. രസകരവുമാണിത്. വരണ്ട മലകൾക്കിടയിലൂടെ തെല്ലൊരു കലാബോധം കൂടി ചേർത്ത് വെച്ച് നിർമ്മിച്ച ഹൈവേ. ഡെസേർട്ട് ഹൈവേ എന്നും ഹൈവേ 15 എന്നും ഇതറിയപ്പെടുന്നു. 315 കിലോമീറ്ററാണ് ഹൈവേ 15ന്റെ നീളം. സൗദി അറേബ്യയിലേക്കുള്ള പ്രധാന പാത എന്ന നിലയിലും ഈ ഹൈവേക്ക് പ്രാധാന്യം കൂടുതലാണ്. 16-ാം നൂറ്റാണ്ട് മുതൽ ദമാസ്കസിൽ നിന്നും മെക്കയിലേക്കുള്ള തീർത്ഥാടന പദം എന്ന നിലയിൽ ഇതിലെ ഒരു വഴിയുണ്ടായിരുന്നു. ഒട്ടോമൻ തുർക്കികൾ അതിനെ ഒന്ന് വിപുലപ്പെടുത്തി ഒട്ടകവണ്ടികൾക്ക് പോകാവുന്ന വിധമാക്കിയിരുന്നു. ഹിജാസ് റെയിൽവേയുടെ വരവോടെ റോഡ് പിന്നെയും ഒന്ന് വികസിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്താണ് ആധുനികമായ രീതിയിൽ ഹൈവേ 15നെ രൂപപ്പെടുത്തിയത്. വാണിജ്യപരമായി മാത്രമല്ല, ചരിത്രപരമായും പ്രാധാന്യമാർന്ന അക്ബ നഗരത്തിലേക്ക് നീണ്ടുകിടക്കുന്ന പാത. ഇന്ത്യയിൽ മുംബൈക്കുള്ളതുപോലുള്ള പ്രാധാന്യമാണ് ജോർദാനിൽ അക്ബയ്ക്ക്. രാജ്യത്തിന്റെ വിദേശ വ്യാപാരം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ നഗരമാണ്. അക്ബയ്ക്ക് BC 4000 ആണ്ട് മുതലുള്ള ചരിത്രമുണ്ട്. ചെങ്കടൽ തീരത്തെ ആ പട്ടണം പിടിക്കാൻ 20-ാം നൂറ്റാണ്ടിൽ നടന്ന യുദ്ധങ്ങളാകട്ടെ ഏറെ പ്രശസ്തവുമാണ്. 1-ാം ലോകമഹായുദ്ധകാലത്ത് ഒട്ടോമൻ തുർക്കികളുടെ അധീനതയിലായിരുന്നു അക്ബ നഗരം. അന്ന് ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ബ്രിട്ടീഷ് ആർമി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സൈന്യം വാദി റമ്മിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒട്ടോമൻ തുർക്കികളെ തുരത്താൻ ലോറൻസ് നയിച്ച ബ്രിട്ടീഷ് സേനയും മെക്കയിലെ അമീറായിരുന്ന ഹുസൈൻ ബിൻ അലി നയിച്ച അറബ് സൈന്യവും ഈ വഴിയിലൂടെ മാർച്ച് ചെയ്തു. ഘോരമായ ഒരു ഏറ്റുമുട്ടലിനൊടുവിൽ അവർ തുർക്കികളെ അക്ബയിൽ നിന്നും തുരത്തി. അങ്ങനെ അന്നത്തെ ഹിജാസ് രാജ്യത്തിന്റെ ഭാഗമായി അക്ബ. 1-ാം ലോകമഹായുദ്ധകാലത്ത് അറബി നാട്ടിലെ വലിയൊരു പ്രദേശത്ത് മുഴുവൻ ആധിപത്യം നേടാൻ ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിച്ചത് അക്ബയുടെ തന്ത്രപ്രധാനമായ നിലയാണ്. ട്രാൻസ് ജോർദാനിലും ഗ്രേറ്റർ പാലസ്തീനിലും അന്ന് പോരാടിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷ് അറബ് സൈന്യങ്ങൾക്ക് ഈജിപ്തിൽ നിന്നും സപ്ലൈ ലൈനുകൾ തീർക്കാൻ അക്ബയിലെ വിജയം സഹായിച്ചു. 1925-ൽ ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ഓഫ് ട്രാൻസ് ജോർദാനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട അക്ബ ജോർദാൻ രാജ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ പ്രധാന നഗരങ്ങളിൽ ഒന്നായി. ഇപ്പോൾ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അക്ബ. ഇടതുഭാഗത്തുള്ള മലയുടെ ചെരുവിലൂടെയാണ് ഹിജാസ് റെയിൽവേ പോകുന്നത്. അതിന്റെ തുരങ്കങ്ങളും മലയിൽ കാണാം. അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല, നേരിൽ തന്നെ കാണാം.
സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. മുന്നിൽ അങ്ങ് താഴെ ചെങ്കടലിന്റെ ഒരറ്റം കയറിക്കിടക്കുന്നു. അവിടെ നേർത്ത കറുപ്പു നിറത്തിൽ കാണുന്ന മലനിരകൾ ഇസ്രായേലിന്റെ ഭാഗമാണ്. നരച്ച കെട്ടിടങ്ങളോടെ താഴെ അഗ്ബ പട്ടണവും കാണാം. അതിമനോഹരമായ ഒരു പ്രദേശത്തേക്കാണ് എത്തുന്നത്. നാം ഏറെ വായിച്ചിട്ടുള്ള, കേട്ടിട്ടുള്ള ചെങ്കടലിന്റെ തീരത്തേക്ക്. പനകളും ചെറുചെടികളും അതിരിടുന്ന മനോഹരമായ പാത. വലിയൊരു മലയിറങ്ങി വേണം ചെങ്കടൽ തീരത്തേക്കെത്താൻ. മലകൾക്ക് നടുവിൽ ഒരു തടാകം പോലെ നീലനിറത്തിൽ അക്കാണുന്നത് തന്നെയാണ് ചെങ്കടൽ. ഒരു വൈരുദ്ധ്യം ആ പേരിലുണ്ട്. നീലനിറമുള്ള ചെങ്കടൽ. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ എന്ന പോലെ ജോർദാനിലുള്ള ഗവർണറേറ്റുകളിൽ ഒന്നാണ് അഗ്ബ. ഗവർണറേറ്റിന്റെ തലസ്ഥാന നഗരം ഇതാണ്. ജോർദാനിലെ ഏക പോർട്ട് സിറ്റി എന്ന നിലയിൽ വളരെ പ്രാധാന്യമാണ് അഗ്ബയ്ക്കുള്ളത്. ഇപ്പോൾ ടൂറിസം രംഗത്തും അഗ്ബ അത്ഭുതകരമാംവണ്ണം വളർന്നു കഴിഞ്ഞു. കടൽ തീരത്തും മലകളിലുമൊക്കെയായി വ്യാപിച്ചു നിൽക്കുകയാണ് അഗ്ബ നഗരം. ആദ്യകാലത്ത് ഐല എന്നായിരുന്നു അഗ്ബ അറിയപ്പെട്ടിരുന്നത്. സിൻബാദിന്റെ കപ്പൽ യാത്രകളിൽ ഐല എന്ന വലിയ പട്ടണം പരാമർശിക്കപ്പെടുന്നുണ്ട്. അത് ഈ അഗ്ബ തന്നെയാണ്. ജോർദാനിലെ സ്പെഷ്യൽ ഇക്കണോമിക് സോണാണ് ഇപ്പോൾ അഗ്ബ. ടൂറിസവും തുറമുഖ വ്യവസായവുമാണ് ഇവിടുത്തെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. അഗ്ബ പട്ടണത്തിലേക്ക് കാർ എത്തിക്കഴിഞ്ഞു. വിദേശ ടൂറിസ്റ്റുകളെക്കാൾ ജോർദാന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഈ വിധം ആഭ്യന്തര ടൂറിസം വളരാൻ ഒരു കാരണമുണ്ട്. ജോർദാന് ആകെ ചെറിയൊരു കടൽത്തീര ഭാഗം മാത്രമേ ഉള്ളൂ. അത് അഗ്ബയിലാണ്. പിന്നെയുള്ളത് ചാവുകടലാണ്. അതിനേക്കാൾ കടലിന്റെ സ്വഭാവമുള്ളത് ചെങ്കടലിനാണ്. നല്ല ശുദ്ധവും സുന്ദരവുമായ ബീച്ചാണ് അഗ്ബയിലേത്. അതുകൊണ്ട് തന്നെ ഒഴിവു ദിനങ്ങളിൽ ജോർദാനിലെ ഇതര നഗരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അഗ്ബയുടെ കടൽ തീരത്തേക്ക് വരുന്നു. വിൻഡ് സർഫിംഗ്, സ്കൂബ ഡൈവിംഗ് തുടങ്ങി ഒട്ടേറെ സാധ്യതകളാണ് ഈ പട്ടണം സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. ചെങ്കടൽ തീരത്തെ ടൂറിസത്തിൽ ഇവർ ഇസ്രായേലുമായാണ് മത്സരിക്കുന്നത്. ഇസ്രായേൽ പക്ഷേ ഈ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. എയ്ലാത്ത് എന്നൊരു വലിയ ടൂറിസം പട്ടണം അവർ ചെങ്കടൽ തീരത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. മോസ്റ്റ് മോഡേൺ സിറ്റിയാണ് എയ്ലാത്ത്. പട്ടണത്തിന്റെ ഡൗൺ ടൗണിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ധാരാളം ഹോട്ടലുകളും ടൂറിസ്റ്റുകൾക്കായുള്ള കടകളുമെല്ലാമുള്ള ഭാഗമാണിത്. ഡബിൾ ട്രീ എന്നു പേരുള്ള ഹിൽട്ടന്റെ ഒരു ഹോട്ടലാണ് മുന്നിൽ കാണുന്നത്. ഇത്തരം ധാരാളം സ്റ്റാർ ഹോട്ടലുകൾ ഇവിടെയുണ്ട്. ഡൗൺ ടൗൺ സ്റ്റാർ ഹോട്ടലുകളുടെ ഒരു കേന്ദ്രമാണ്. ദേശീയ അവധി ദിവസങ്ങളിൽ അമ്മാൻ പോലുള്ള വടക്കൻ നഗരങ്ങളിൽ നിന്നും ആളുകൾ അഗ്ബയുടെ ലക്ഷറി ഹോട്ടലുകളിൽ വന്നു നിറയുന്നു. ചില വാരാന്ത്യങ്ങളിൽ 100% ഹോട്ടൽ മുറികളും ബുക്ക് ചെയ്യപ്പെടാറുണ്ട് ഇവിടെ. മുന്നിൽ പാതയ്ക്കു കുറുകെ കാണുന്നത് മൂവൻ പിക് ഹോട്ടലിന്റെ ഭാഗമാണ്. ധാരാളം ലക്ഷറി ഹോട്ടലുകളും ബീച്ച് റിസോർട്ടുകളും അഗ്ബയിലുണ്ട്. ഇത് കെംപിൻസ്കി ഹോട്ടൽ. ഇന്റർകോണ്ടിനെന്റൽ, ഡേ ഇൻ,
സെഡാർ, റാഡിസൺ, മറൈൻ പ്ലാസ, ഗോൾഡൻ ടുലിപ്പ്, കോറൽ ബേ എന്നിങ്ങനെ 60-ലേറെ സ്റ്റാർ ഹോട്ടലുകളുണ്ട് അഗ്ബയിൽ. പലതും വലിയ റിസോർട്ടുകൾ തന്നെയാണ്. കടൽ തീരം വരെ പരന്നുകിടക്കുന്ന അതിവിശാലമായ ക്യാമ്പസുള്ള റിസോർട്ടുകൾ. ഇന്റർകോണ്ടിനെന്റലാണ് ഇക്കാണുന്നത്. ജോർദാനിലെ ഏറ്റവും വൃത്തിയും ഭംഗിയുമുള്ള നഗരവും അഗ്ബ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ടൂറിസം ഈ പട്ടണത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു. പല ഭാഗത്തും പുതിയ ഹോട്ടലുകളുടെ നിർമ്മാണം നടക്കുന്നുമുണ്ട്. മക്ഡൊണാൾഡും KFCയും ഉൾപ്പെടെയുള്ള മൾട്ടിനാഷണൽ ബ്രാൻഡുകൾ. കാർ ചെങ്കടലിന്റെ തീരത്തേക്ക് എത്തുകയാണ്. ഇവിടെ ഒരിടത്ത് കൂറ്റനൊരു കൊടിമരവും അതിൽ വലിയ പതാകയും കാണാം. ഫ്ലാഗ് ഓഫ് ദ അറബ് റിവോൾട്ട് എന്നാണ് അതറിയപ്പെടുന്നത്. ഇവിടുത്തെ പബ്ലിക് ബീച്ചിനടുത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര. ബീച്ചിലൊന്നിറങ്ങിയാൽ കൊള്ളാമെന്ന് ഞാൻ ഹാബിസിനോട് പറഞ്ഞു. അവിടെയാണല്ലോ കൂടുതൽ മനുഷ്യരെ കാണാനാവുക. മനോഹരമായ ഫുട്പാത്ത്, ഈന്തപ്പനകൾ വളരുന്ന തീരം, കടൽ തീരത്തും മലകളിലുമൊക്കെയായി വ്യാപിച്ചു നിൽക്കുകയാണ് അഗ്ബ നഗരം. ഹാബിസ് എനിക്ക് ചൂണ്ടിക്കാട്ടിത്തരുന്നത് അറബി മുന്നേറ്റത്തിന്റെ സ്മാരകമായി ഇന്നും സൂക്ഷിക്കപ്പെടുന്ന പതാക തന്നെയാണ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അഗ്ബ നഗരത്തിൽ ഉണ്ടായിരുന്ന ഒട്ടോമൻ സൈന്യത്തെ തുരത്തുന്നതിനായി പോരാടിയ അറബികൾ കൈയിലേന്തിയിരുന്ന കൊടിയാണ് പിന്നീട് ഫ്ലാഗ് ഓഫ് ദി അറബ് റെവല്യൂഷനായി മാറിയത്. പോരാട്ടത്തിൽ അറബികൾക്ക് വീര്യം പകരാനായി ബ്രിട്ടീഷുകാർ ഡിസൈൻ ചെയ്തു നൽകിയ കൊടിയായിരുന്നു അത്. എന്നെ ബീച്ചിൽ ഇറക്കിവിട്ട് കാറുമായി ഹാബിസ് പാർക്കിംഗിലേക്ക് പോയി. മനോഹരമായ ബീച്ചാണ്. പക്ഷേ വലിയ വൃത്തിയിലോ വികസിതമായ അടിസ്ഥാന സൗകര്യങ്ങളോടെയോ അല്ല കിടക്കുന്നത്. കടൽ ജലം അതിഗംഭീരമാണ്. 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേയുമാണ്. എങ്കിലും ധാരാളം ജോർദാനികളെ ബീച്ചിൽ കാണാം. എല്ലാവരും വെള്ളത്തിൽ ചാടി കളിക്കുകയാണ്. പെഡൽ ബോട്ടുകൾ. ഒരു ചെറു തടാകം പോലെയാണ് ചെങ്കടൽ കിടക്കുന്നത്. ശാന്തമായ കടൽ. വലിയ വീതിയില്ലാത്ത കടലായതിനാൽ കൂറ്റൻ തിരമാലകൾ ഇവിടെ അടിച്ചു കയറുകയില്ല. നീലപ്പരപ്പിനുമീതെ ജെറ്റ് സ്കീയിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ. കടലിന്റെ മറുകരയിൽ മലഞ്ചെരുവിലുള്ള പട്ടണം പോലും ഇവിടെ നിന്ന് കാണാനാവുന്നു. സ്പീഡ് ബോട്ടുകളും വാട്ടർ സ്കൂട്ടറുകളുമൊക്കെ തീരത്ത് വാടകയ്ക്ക് ലഭിക്കും. എല്ലാത്തരം ജലവിനോദങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഫോസ്ഫേറ്റും ജോർദാന്റെ മറ്റു കയറ്റുമതി ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകാനെത്തിയിരിക്കുന്ന ചരക്കു കപ്പലുകൾ. ചെങ്കടലിന്റെ ഈ ചെറിയ മുനയുടെ ഒരു ഭാഗത്താണ് ജോർദാന്റെ ഏക തുറമുഖം. ടൂറിസ്റ്റുകളുമായി കടൽ യാത്രയ്ക്ക് പോകുന്ന ബോട്ടുകളാണ് ഇക്കരെ ഈ കിടക്കുന്നത്. പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഒരു ഭാഗമുണ്ട് ജോർദാന്റെ അധീനതയിലുള്ള കടൽ ഭാഗത്ത്. അവിടെ സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ് തുടങ്ങിയവയ്ക്കുള്ള സൗകര്യവുമുണ്ട്. ചെങ്കടലിന്റെ വടക്കേ അറ്റമാണ് ജോർദാനും ഇസ്രായേലും കൂടി പകർത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. രണ്ടു രാജ്യങ്ങളും ചെങ്കടലിനെ ടൂറിസത്തിനായി പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. ഈ തീരത്തോട് ചേർന്നാണ് അഗ്ബയിൽ ഹോട്ടലുകളും റിസോർട്ടുകളുമെല്ലാം ധാരാളമുള്ള നഗരഭാഗം. ചെങ്കടലിന്റെ കിഴക്കേ തീരത്തിന്റെ കുറേ ഭാഗം ജോർദാന്റെ കൈവശവും പടിഞ്ഞാറേ തീരം ഇസ്രായേലിന്റെ അധീനതയിലുമാണ്. കുറച്ചുകൂടി തെക്കോട്ട് ചെല്ലുമ്പോൾ കിഴക്കേ തീരം സൗദി അറേബ്യയുടേതും പടിഞ്ഞാറൻ ഭാഗം ഈജിപ്തിൻ്റേതുമായി മാറും. ടൂറിസവും ചരക്ക് നീക്കവും മാത്രമല്ല, ഈജിപ്തിലേക്കുള്ള ജോർദാൻകാരുടെ യാത്രകളും ചെങ്കടലിലൂടെ തന്നെയാണ്. അഗ്ബയെയും ഈജിപ്തിലെ താബ, നുവൈബ പോർട്ടുകളെയും ബന്ധിപ്പിച്ച് ചെങ്കടലിലൂടെ ഫെറി സർവീസുണ്ട്. വർഷം തോറും 10 ലക്ഷം ആളുകൾ ഈ കടലിലൂടെ ജോർദാനിലും ഈജിപ്തിനുമിടയിൽ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. നേരെ മറുവശത്ത് കാണുന്ന ആ മലനിരകളൊക്കെ ഇസ്രായേലിൻ്റേതാണ്. അവിടെ നിന്നും കുറച്ചു ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ പിന്നെ ഈജിപ്തിൻ്റെ തീരഭാഗമായി. ദൂരെ നിഴൽ പോലെ കാണുന്ന മലനിരകൾ ഈജിപ്തിൻ്റെ അതിരുകൾക്കുള്ളിലുള്ളതാണ്. ഇവിടെ ഒരു ബോട്ടിൽ ചെങ്കടലിലേക്കിറങ്ങി അതിലിരുന്നു നോക്കിയാൽ 4 രാജ്യങ്ങൾ കാണാം. പ്രവൃത്തി ദിനമായതുകൊണ്ടാവാം അഗ്ബയുടെ ബീച്ച് ഇന്ന് അത്ര സജീവമല്ല. എങ്കിലും കുടകളുടെ തണലിൽ കുറച്ചാളുകളൊക്കെയുണ്ട്. ഇവിടെ ഒരു കടൽപ്പാലമുണ്ട്. അതിൽ കയറിയാൽ മനോഹരമായ ഒരു കാഴ്ച കിട്ടും. ഞാൻ ആ പാലത്തിലേക്ക് കയറി.
ഇതിന്റെ അങ്ങേയറ്റത്ത് പോയി നിന്നാൽ ചെങ്കടലിലെ ജലത്തിന്റെ വ്യക്തമായൊരു കാഴ്ച ലഭിക്കും. നല്ല തെളിഞ്ഞ ജലം. അടിയിൽ ഉരുളൻ കല്ലുകളാണ്. അതിനു മുകളിൽ പളങ്കുജലം വെട്ടിത്തിളങ്ങുന്നു. ഒരു കാട്ടരുവിയിലോ ചെറുതടാകത്തിലോ ഇറങ്ങുന്നതുപോലെയാണ് കുട്ടികൾ കടലിൽ കളിക്കുന്നത്. ഇതൊരു കടലാണെന്ന് തോന്നുകയേയില്ല. ആഴം കുറഞ്ഞ നല്ല ഉരുളൻ കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ജലാശയം. ഒരു കടലിൻ്റെതായ സ്വഭാവമൊന്നും ചെങ്കടലിനില്ലെന്നു പറയാം. കൊച്ചുകുട്ടികൾ വരെ ജലകേളികളിൽ ഏർപ്പെടുന്നു. എനിക്കും ഈ കടലിലൊന്നിറങ്ങി നീന്താൻ ആഗ്രഹമുണ്ട്. പക്ഷേ നേരമില്ല. ഉള്ള സമയം കൊണ്ട് പരമാവധി ദൃശ്യങ്ങൾ പകർത്തുന്നതാണല്ലോ എൻ്റെ ജോലി. അങ്ങകലെ അക്കാണുന്നതാണ് എയ്ലാത്ത് സിറ്റി, ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെങ്കടൽ തീരനഗരം. ഗാംഭീര്യമാർന്നൊരു നഗരം തന്നെയാണത്. എയ്ലാത്തിൻ്റെ പ്രൗഢിയൊന്നും ഇക്കരെ അക്ബ നഗരത്തിന് കൈവരിക്കാനായിട്ടില്ല. എങ്കിലും അക്ബയെ വളരെ വേഗത്തിൽ വികസിപ്പിക്കാൻ ജോർദാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ടൂറിസം മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടക്കുന്നുമുണ്ട്. വിപുലമായ ടൂറിസം സാധ്യതകൾ തന്നെയാണ് ചെങ്കടലിൻ്റെ ഈ തീരം ജോർദാന് മുന്നിൽ തുറന്നുവെക്കുന്നത്. ചെങ്കടൽ കാഴ്ചകൾ കണ്ട് മതി വരുന്നില്ല. അതിൻ്റെ തീരത്ത് ഞാൻ സഞ്ചാരം തുടരുകയാണ്.